സിസ്റ്ററിന്റെ പേര് ചിത്ര എന്നാണ്. മാർത്താണ്ഡം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. എനിക്ക് ഏറ്റവും നന്നായി ചിരിക്കുന്ന ഒരേ ഒരാളെ നിങ്ങളുടെ ചർച്ചിലുള്ളൂ, അത് നിങ്ങളുടെ സ്വന്തം സഹോദരിയാ. പറ. കഴിഞ്ഞ മാസം 25-ാം തീയതി സിസ്റ്ററിന്റെ വസ്തുവിൽ പോയിട്ട് വരുന്ന വഴിക്ക് വീണിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് സിസ്റ്ററിന്റെ കണങ്കാല് അകന്നുപോയി. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചു. മരുന്നെല്ലാം വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. സിസ്റ്ററിന് കാല് നീരും വേദനയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച ബ്രദറിന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു. ആ സമയം തന്നെ നീരും വേദനയും പൂർണ്ണമായി മാറിപ്പോയി എന്നാണ്. ഈ അന്ന് കണ്ടവരാരെങ്കിലും ഉണ്ടോ? അത് കണ്ടവരാരെങ്കിലും ഉണ്ടോ? ഞാൻ ഈ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര് നടക്കാം. അപ്പൊ പോയി കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചു. അതൊരു വലിയ കാര്യം കേട്ടോ. കാലിൽ എന്തൊക്കെയോ സാധനം ചുറ്റിക്കൊണ്ടോ വന്നിരുന്നേ. നടക്കാൻ ബെൽറ്റ് ഇട്ട് വന്നിരുന്നു. അന്ന് തന്നെ സൗഖ്യമായി. അത് ഞാൻ മനഃപൂർവ്വമായിട്ടും തൊട്ടു നോക്കി കേട്ടോ. അപ്പൊ കാണിച്ചു കൂട്ടിയ മേളമെല്ലാം ഞാൻ വീഡിയോയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അത് കാരണം അത്ര വേദനയായിരുന്നു പുള്ളിക്കാരിക്ക്. ഇതെന്തോ കാലി കെട്ടി വെച്ചിരിക്കുന്ന എൻ്റെ ദൈവമേ, ഇത്രയും കെട്ടും കൂട്ടൊക്കെ ഉണ്ടോ എൻ്റെ യേശുവേ. നിങ്ങളും കൂടെ കരയുയർത്തി പ്രാർത്ഥിച്ച് ഞാനത് ഊരിക്കളയാൻ പോവാ. ഇതെല്ലാം എടുത്തില്ലേ ചാ? വേദനയുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? സൗഖ്യമായാലും എങ്ങനെ അറിയുന്നല്ലാതെ ഞാൻ ഞെക്കി നോക്കുമോ വേദന വരുമെന്ന് അറിയട്ടെ. നമുക്ക് പറ്റിയ ചാൻസ് രണ്ടാമൊക്കെ നോക്കാം. വേനുണ്ട് ഉണ്ട് ഉണ്ട് ഓ എടുക്കുന്നില്ല ചാ, മതി. കർത്താവേ, നീ കൊടുത്ത സൗഖ്യത്തിനായി നന്ദി അപ്പാ. നീ കൊടുത്ത സൗഖ്യത്തിനായി നന്ദി അപ്പാ. നീ കൊടുത്ത സൗഖ്യത്തിനായി നന്ദി അപ്പാ. നീ കൊടുത്ത സൗഖ്യത്തിനായി നന്ദി. ചലിപ്പിക്കേ. പോയി. നന്ദിയപ്പ, അങ്ങയുടെ അത്ഭുത സൗഖ്യത്തിനായി നന്ദിയപ്പ. നോക്ക പോയി. നിങ്ങളെന്താ കൈയടിക്കാത്തെ? വാ. ഇല്ല, നേരത്തെ മൂക്കും കണക്ക് കാണിച്ചോണ്ടിരുന്ന നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ ആരും കണ്ടില്ല ഇതൊന്നും. ഞാൻ മനഃപൂർവ്വം ചെയ്തതാ. ഇത് ഇയാൾ വിശ്വാസത്തോടെ വന്നിരിക്കുന്നത്. ഇതിനകത്ത് അത്ഭുതം ഉണ്ടാവുമെന്ന് എനിക്കും അറിയാം. കർത്താവേ, നീ ചെയ്ത സൗഖ്യത്തിന് നന്ദിയപ്പ. നടന്ന അന്ന് എനിക്ക് ബെഡിൽ വരെ കാല് വെക്കാൻ പറ്റിയില്ല. വെക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ കണ്ണടച്ചിട്ട് കിടക്കുമ്പോ എനിക്കൊരു സ്വപ്നം വന്നു. ബ്രദറിയാണ് ഞാൻ കണ്ടത്. ബ്രദർ സംസാരിച്ച്, വിധവയെ മാനിക്കുന്നത് കർത്താവാണ്, നീ എങ്ങനെ ശരീരത്തിൽ കയറി. ആ സെക്കൻഡ് ഒരു ശബ്ദം, ഒരു ഒച്ച വെച്ചിട്ട് പോയ ശബ്ദം എൻ്റെ കാലിൽ വ്യക്തിപരമായി ഞാൻ കേട്ട്. ആ നിമിഷം എൻ്റെ കാല് ബെഡിലെ വയ്ക്കാൻ പറ്റി. അതിനുശേഷം ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു, കംപ്ലീറ്റ് സൗഖ്യമായി. കർത്താവ് ചെയ്ത ഉപകാരത്തിന് നന്ദി പറഞ്ഞേ.